ഹലോ. അങ്ങനെ നമ്മൾ 6th ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. ഹൗസ് ഓഫ് ഹൺഡ്രഡ്സ്. അജയ്, തേജി ആൻഡ് ജോജോ ഹാവ് കം ടു ദ മേള. അജയും തേജിയും ജോജോയും കൂടി ഒരു മേളയ്ക്ക് വന്നിരിക്കുകയാണ്. ഗസ് ദ നമ്പർ ഓഫ് ട്രയാങ്കുലാർ തോരൻസ്. ഇവിടെയൊക്കെ നിറയെ ട്രയാങ്കുലാർ തോരൻസ് ചാർത്തിയിട്ടുണ്ടല്ലേ. ഇത് ടോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? Can you make a guess? These are more than 100. അപ്പൊ ഓരോ ട്രയാങ്കിൾസും എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര വരും എന്ന് ഗസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പറയുന്നത് എന്താ? These are more than 100. ഒരു 100-നേക്കാളും കൂടുതൽ ഉണ്ടാവും. Now find out how many there are. നേരത്തേത് വെറും ഗസ് വർക്ക് ആയിരുന്നു. ഇനി നിങ്ങൾക്ക് എണ്ണി നോക്കാം ആക്ച്വലി എത്ര ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം ഈ ഒരു ഫസ്റ്റ് കളർ അത് 10 ആണ്. then again 10 again 10 അങ്ങനെയല്ലേ. അപ്പൊ നമ്മൾ 10 20 30 40 50. അപ്പൊ ഒരു ലൈനിൽ 50 ഉണ്ട്. 50 plus 50 100. 100 plus 50 150. 150 plus 50 200. 200 plus 50 250. How many triangles are there in a line of triangular thoran? ഒരു ഫുൾ ലൈനിൽ എത്രയുണ്ട്? അത് 50 ആണല്ലേ. ഒരു ലൈനിൽ 50 ഉണ്ട്. Try counting all the triangles. Total triangles 50 more than 200, which is 250. നമ്മൾ ഓൾറെഡി കൗണ്ട് ചെയ്തു അല്ലേ. അപ്പൊ ടോട്ടൽ എത്രയാണുള്ളത്? 250. Guess how many bangles are there? ചുമ്മാ ഒരു ഗസ് കൊടുക്കാം അല്ലേ. നമുക്ക് 200 എന്ന് ഗസ് ചെയ്യാം. എന്നിട്ട് ഇത് കൗണ്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ഗസ് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. നിങ്ങളും ഗസ് ചെയ്യണം കേട്ടോ. എന്റെ നമ്പർ ആണ് 200. നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പർ ഗസ് ചെയ്യാം. ഇനി 1 2 3 4 5 6 7 8 9 10. ഓരോ സെറ്റ് ബാങ്കിൾ എന്ന് പറഞ്ഞാൽ അത് 10 നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയെല്ലാം ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലോ. 10 20 30 40 50 60 70 80 90 100 110 120 130 140 150 160 170 180 190 200 210 220 230 240 250 260 270 and 280. അപ്പൊ ഗസ് ചെയ്ത നമ്പർ തെറ്റിപ്പോയല്ലേ. ഇത് 200-നേക്കാളും 80 കൂടുതലുണ്ട്. ടോട്ടൽ ബാങ്കിൾസ് 280 more. 280 more എന്ന് പറഞ്ഞാൽ 280 ബാങ്കിൾസ്. ലെറ്റ്സ് കൗണ്ട്. അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്ത പോലെയാണ് അവർ കൗണ്ട് ചെയ്യുന്നത്. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ഓക്കെ. ടോട്ടൽ നമ്പർ ഇസ് 280. ഗസ് ഹൗ മെനി ടോഫീസ് ആർ ദെയർ ഇൻ ദ ബോക്സ്. ഇവിടെ വലിയ ബോക്സസ് ഉണ്ട് അല്ലെ. ഇതിൽ എത്ര ടോഫീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ആദ്യം ഒരു നമ്പർ ഗസ് ചെയ്യുക. അതിനുശേഷം കൗണ്ട് ആൻഡ് ചെക്ക്. ഓക്കെ, നമുക്കിത് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 and 10. അപ്പൊ ഒരു ലൈനിലുള്ളത് 10 ആണ്. അപ്പൊ 10 20 30 40 50 60 70 80 90 and 100. ഒരു വലിയ ബോക്സിൽ എത്രയാണുള്ളത്? 100. അപ്പൊ അതുപോലെ ഇതിലും ഫുൾ ഉണ്ടെങ്കിലോ? ഇവിടെയും 100 ആണല്ലേ. അപ്പൊ 100 plus 100 is 200. 200 plus ഇവിടെ എത്രയുണ്ട്? 10 20 30 40 50 60 70 80
80 കഴിഞ്ഞിട്ട് ഇവിടെ 10 ഇല്ല, ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ. അപ്പൊ ഇത്രയും 80 കഴിഞ്ഞിട്ട് ഇവിടെ 10 ഇല്ല, ഒന്ന് കുറവാണ്. ദാറ്റ് മീൻസ് 9. അതിന്റെ തൊട്ട് മുകളിലത്തെ റോയിലും ഒന്ന് കുറവാണ്, 9. 80 plus 9, 89. 89നോട് 9 ആഡ് ചെയ്ത് നോക്കൂ, നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കൂ. 89 plus 1, 90, 91, 92, 93, 94, 95, 96, 97 and 98. അപ്പൊ ഇതിലുള്ളതാണ് 98. അപ്പൊ ടോട്ടൽ എത്ര ടോഫീസ് ഉണ്ട്? 100 plus 100 plus 98. 98 more than 200. That means 298. See? 298. Jojo has 2 toffees in his hand. ഇവിടെ ഇന്ന് 2 ടോഫീസ് മിസ്സിംഗ് ആണല്ലേ. ആ ടോഫീസ് ജോജോയുടെ കയ്യിലുണ്ട്. How many toffees are there all together? ഇവിടെ ആ 2 ടോഫീസ് ഇല്ലാത്തപ്പോ ഇത് 298 ആയി. അതിന്റെ കൂടെ ഈ 2 ടോഫി കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 100 ആയി മാറും. അപ്പോഴോ 100 plus 100 plus 100 is equal to 300. ആ 2 ടോഫി കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ 300 ആവും. 298 and 1 more is 299. 299 and 1 more is 300. അതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. എങ്ങനെ എഴുതാം? 298 plus 1 ഒന്നുകൂടി ആഡ് ചെയ്യാണ്, അഡീഷൻ ആണ് ഇവിടെ വരുന്നത്. 298 plus 1 equal to 299 and this 299 plus 1 equal to 300. How many more triangles to make 300? ട്രയാങ്കിൾസ് നമ്മൾ കൗണ്ട് ചെയ്ത് ഫൈനലി കണ്ടുപിടിച്ച ട്രയാങ്കിളിന്റെ എണ്ണമാണ് 250. ഇതിനോട് എത്ര ആഡ് ചെയ്താലാണ് 300 കിട്ടുക? 250, 260, 270, 280, 290 and 300. അതായത് ടോട്ടൽ നമുക്ക് 50 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 300 ആയി മാറും. അപ്പൊ ഇവിടെ എന്താണ് ഉത്തരം? How many more triangles to make 300? 50 more. 250 plus 50 equal to 300. And similarly, how many bangles less than 300? Banglesന്റെ എണ്ണം 280 ആണല്ലേ. ഇത് 300നേക്കാളും എത്ര കുറവാണ്? 280 plus 100 equal to 290. Again plus 10 equal to 300. അപ്പൊ നമ്മൾ 2 times ആണ് 10നെ ആഡ് ചെയ്തിരിക്കുന്നത്. 2 times 10 എന്ന് പറഞ്ഞാൽ 20. അപ്പൊ ബാംഗിൾസ് 20 less than 300. Which is more, bangles or triangles? അപ്പൊ 280 ആണ് 250യേക്കാൾ വലുത്. അതായത് ബാംഗിൾസ് ആണ് കൂടുതൽ, more than triangles. Let's do. Jojo is jumping on a tiled path inside the mela. Fill in the empty tiles with numbers. Jojo ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈൽസിന്റെ മുകളിൽ കൂടി ജമ്പ് ചെയ്യാണ്. ഈ ഓരോ ടൈൽസിലും ഓരോ നമ്പർ കൊടുത്തിരിക്കുന്നത് കണ്ടോ? എങ്ങനെയാണ് ഈ ഒരു empty നമ്പേഴ്സിൽ നമ്പർ വരിക? എങ്ങനെയാണത്? 211, 212. എന്താ ചെയ്തിരിക്കുന്നത്? +1. 211 plus 1 equal to 212. സോ ഇവിടെയൊക്കെ നിങ്ങൾ +1 ആഡ് ചെയ്ത് എഴുതണം. അപ്പൊ 12ന് ശേഷം 213, 214, 215, 216 ഓൾറെഡി അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തത് ശരിയാണ്.
ഇനി 217, 218, 219 and 220. Fill in the blanks with the correct numbers. Again, ഇവിടെയും കുറെ ടൈൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ടൈലില് ഫസ്റ്റ് നമ്പർ എത്രയാന്ന് നമുക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് ആഡ് ചെയ്ത് എങ്ങനെയാ പോവാന്ന് മനസ്സിലാവുക. പക്ഷേ ഇവിടെ ലാസ്റ്റ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സിമിലർ വേയിൽ നമുക്ക് ബാക്കോട്ട് കൗണ്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, ഇവിടെ മൈനസ് ചെയ്യണം അല്ലേ. ഇനി ഇത്രയും ദൂരം മൈനസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് 294ൽ നിന്ന് 1 മൈനസ് ചെയ്യാം. അപ്പൊ എത്രയാ വരിക? 293. ഇനി 293ൽ നിന്ന് 1 മൈനസ് ചെയ്താലോ? 292. അതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 291. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്പർ കിട്ടിയല്ലോ. എന്താണ് ഫസ്റ്റ് നമ്പർ? ഫസ്റ്റ് ടൈലിലുള്ള നമ്പർ 291. ഇനി 1 ആഡ് ചെയ്ത് പോയിക്കോളൂ. ഈസി അല്ലേ? 292, 293, 294, 295 അവിടെ തന്നെ ഉണ്ട്. 296, 297, 298, 299, 300. അപ്പൊ ഇനിയും 1 ഒക്കെ ആഡ് ചെയ്ത് എല്ലാവരും സ്വന്തമായിട്ട് ചെയ്തു നോക്കണം. ഓക്കെ. സിമിലർലി ഇവിടെയും ഫസ്റ്റ് ലെറ്റർ ഇല്ല. നമുക്കിത് ഏറ്റവും ബാക്കിന്ന് ചെയ്തു നോക്കാം അല്ലേ. 234 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 233. നമ്മൾ ബാക്കോട്ടാണ് പോകുന്നത്. 233 മൈനസ് 1, 232. അഗെയിൻ മൈനസ് 1, 231. അഗെയിൻ മൈനസ് 1, 230. അങ്ങനെ മൈനസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതൊക്കെ എല്ലാവരും സ്വന്തമായി ചെയ്തു നോക്കിയതിനു ശേഷം മാത്രമേ ഇവിടെ ചെക്ക് ചെയ്യാവുള്ളൂ കേട്ടോ. ഇതേപോലെയാണ് നെക്സ്റ്റ് 390ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 389, 88, 87, 86, 85, 84, 83, 82, ലാസ്റ്റ് 381. Teji and Jojo have learned to write numbers with the help of matchstick and bundles. They can also write the number sentence in more than one way. ഒരു നമ്പറിനെ നമുക്ക് പല രീതിയിലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ 3-4 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബോക്സിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു നമ്പറിനെ മാച്ച്സ്റ്റിക് ബണ്ടിൽസ് ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ഏതാണ് ആ നമ്പർ? ഫസ്റ്റ് 100ന്റെ ബണ്ടിൽ, അടുത്തത് ഒരു 100ന്റെ ബണ്ടിൽ. ദാറ്റ് മീൻസ് 2 100 ഉണ്ട് അല്ലേ? 200. ഇനി ടെൻസ് എത്രയുണ്ട്? 1, 2, 3. 3 ടെൻസ് ഉണ്ട്. 3 ടെൻസ് എന്ന് പറഞ്ഞാൽ 30. ഇനി എത്ര സിംഗിൾ സ്റ്റിക്ക് ഉണ്ട്? 1, 2, 3, 4, 5. 200 plus 30 plus 5 is equal to 235. അതിനെ എങ്ങനെയൊക്കെ എഴുതാം? 235 more. 200നേക്കാളും 35 കൂടുതലാണല്ലേ? 200 plus 35 ഇങ്ങനെയും എഴുതാം. ഇനി അല്ലെങ്കിലോ അതിനെ വേറെ രീതിയിൽ എഴുതാം. നമുക്ക് 15 less than 250. 250 minus 15 is also equal to 235. അങ്ങനെയും എഴുതാം. ഇതുപോലെ അടുത്ത നമ്പറിനെ എങ്ങനെ എഴുതാം? 3 100ന്റെ ബണ്ടിൽസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് അതിനെ 300 എന്ന് എഴുതാം. ഇനി ഇതിനെ വേർഡ്സ് ഉപയോഗിച്ച് സെന്റൻസ് ഉപയോഗിച്ചിട്ട് എഴുതുന്നത് എങ്ങനെയാ? പല രീതിയിൽ എഴുതാം. നമുക്ക് ഇങ്ങനെയും എഴുതി നോക്കാം. 200 and 100 more. 200 plus 100 equal to 300. അല്ലെങ്കിലോ 100 less than 400. നിങ്ങൾ എണ്ണി 400ൽ എത്തിയിട്ടില്ല. എന്നാലും 300ന്റെ കൂടെ 100 കൂട്ടിയാ 400 അല്ലേ? അപ്പൊ 400നേക്കാളും 100 കുറഞ്ഞാലോ? അപ്പൊ 300 കിട്ടും. അപ്പൊ 100 less than 400, which is 400 minus 100.
നെക്സ്റ്റ് നമ്പർ 200 ഉണ്ട്, 10 ഉണ്ട്, 1 2 3 4 5 6 7 8 സിംഗിൾസ് ഉണ്ട്. അപ്പോ 228. ഇതിനെ എങ്ങനെ എഴുതാം? 228 more. 200 plus 28. അല്ലെങ്കിൽ 22 less than 250. 250 minus 22. ഇതുപോലെ ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. 316 more. 316. 316 എന്ന് പറഞ്ഞാൽ 300s വേണം അല്ലേ? ഇനി 16ൽ എത്ര 10 ഉണ്ട്? ഒരു 10 ഉള്ളൂ. So 1 10 bundle and then 6 single bundles. 316. അതിനെ എങ്ങനെ കൂടി എഴുതാം? 350 minus 34 equal to 316. 109 ഇവിടെ തന്നിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതി നോക്കാമോ? ഒരു 100 ഉണ്ട്, പിന്നെ 0 10s. അപ്പൊ 10ന്റെ ബണ്ടിൽ ഇല്ല. അതിനുശേഷം 9 സിംഗിൾ സ്റ്റിക്സ്. അപ്പൊ നമുക്കതിനെ 109 more. 100 plus 9 എന്ന് എഴുതാം. അല്ലെങ്കിൽ 1 less than 110. 110നേക്കാളും 1 മൈനസ് ചെയ്താൽ, 1 കുറഞ്ഞാൽ 109 കിട്ടും. ഓക്കെ, ഇത് വേറെ പല രീതിയിലും എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതി നോക്കൂ. Place the numbers given on the number line. നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പേഴ്സ് ഒക്കെ എങ്ങനെ പ്ലേസ് ചെയ്യും എന്ന് നോക്കാം. ഫസ്റ്റ് നമ്പർ 235. ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 235 lies between 200 and 250. 200നേക്കാളും കൂടുതലാണല്ലേ 235. 250യേക്കാളും കുറവുമാണ്. അപ്പൊ ഏകദേശം ഇതിന്റെ മിഡിലായിട്ട് നമുക്ക് അതിനെ ഫിക്സ് ചെയ്യാം. ഇതുപോലെ ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ ഓരോരുത്തരും ഈ നമ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് ഈ നമ്പർ ലൈനിൽ ഫിക്സ് ചെയ്ത് നോക്കൂ. അതിനുശേഷം അത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് മാത്രം ഇവിടെ ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് നമ്പർ 300. അത് വളരെ ഈസിയാണ്. നമ്പർ ലൈനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. 228. അത് 200നേക്കാളും കൂടുതലാണ്, 250യേക്കാളും കുറവാണ്. ഇവിടെ 235 കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 28 35നേക്കാളും ചെറുതാണ്. അപ്പൊ ഇതിന്റെയും ഇടയിലാണല്ലേ വരിക. സംവെയർ ഹിയർ. ഓക്കെ, 228. ഇനി 316. 300നേക്കാളും കൂടുതലാണ്, 350യേക്കാളും ചെറുതാണ്. സോ 316 ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും വരിക. അപ്പൊ ഏകദേശം ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് 109. 100നേക്കാളും കൂടുതലാണ്, 150യേക്കാളും കുറവാണ്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് വരിക. അത് ഇവിടെ ആയിരിക്കും വരിക. 109. നെക്സ്റ്റ്, look at the picture and write the corresponding numbers. ഇപ്പൊ ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആണല്ലേ. 100 plus 100 200. 200 plus 10 is 210. 210 plus 2 212. Similarly 100 plus 100 200. ഒരു 10 ഉണ്ട്. അപ്പൊ 210 plus 1 equal to 211. Here 1 2 3 3 bundles 100 ഉണ്ട്. അപ്പൊ so 300. പിന്നുള്ളത് ഒരു സിംഗിൾ സ്റ്റിക്ക് ആണ്. അപ്പൊ 301. ഇവിടെ 10 ഇല്ല, അതുകൊണ്ടാണ് 10ന് പകരം നമ്മൾ 0 കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് 100 100 100. 300. പിന്നൊരു 10. ഇവിടെ 1ന്റെ സൈഡില് ആരുമില്ല. അപ്പോ 310. 100 plus 100 200. 200 plus 30. Then 1 2 3 4 5 6 7. 237. ഇവിടെയോ 100 plus 100 200. പിന്നെ 4 10s ഉണ്ട്. അപ്പൊ 240. ഇവിടെ എത്ര സിംഗിൾ സ്റ്റിക്ക് ആണെന്ന് നോക്കൂ. അതും കൂടി കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 246. Make the number slides as shown in the picture. Increase or decrease the number as given below. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് എങ്ങനെയാണ് നമ്പർ ചേഞ്ച് ചെയ്തതെന്ന് നോക്കാം.
ഫസ്റ്റ് നമ്പർ ഇവിടെ ഒരു നമ്പർ കാണിച്ചിട്ടുണ്ട് അല്ലേ? 3 ഡിജിറ്റ്സ് ഉള്ള നമ്പർ ആണ്. ഓരോ ഡിജിറ്റും ഫസ്റ്റ് റൈറ്റ് മോസ്റ്റ് ഉള്ള ഡിജിറ്റ് ആണ് വൺസ്, അതിന്റെ കഴിഞ്ഞിട്ടുള്ളത് ടെൻസ്, അതിനുശേഷം ഹൺഡ്രഡ്സ്, അതിനുശേഷം തൗസൻഡ്സ്, അങ്ങനെ വലിയ വലിയ നമ്പർ ആയി പോവും. നിങ്ങൾ ഇപ്പൊ 100 വരെ പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഓരോ നമ്പറിനെയും റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്പർ 285. എങ്ങനെ നമുക്ക് 285 മാർക്ക് ചെയ്യാം? 200. അപ്പൊ 100ന്റെ സ്ഥാനത്ത് 2 ആണ്. 85. 8 ടെൻസ് ആണ്. 5 സിംഗിൾ നമ്പർ ആണ്. ഇവിടെ ഇൻക്രീസ് ദ നമ്പർ ബൈ 1. ഇവിടെ നമുക്ക് 1 ആഡ് ചെയ്യണം. 1 എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ആണല്ലേ, ഒരു 1 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ 1ന്റെ സൈഡിൽ 1 ആഡ് ചെയ്യണം. അപ്പൊ 285 ആയിരുന്നത് 86 ആയിട്ട് മാറും. അപ്പൊ ഇപ്പോഴത്തെ നമ്പർ എത്രയാണ്? 286. നെക്സ്റ്റ് 147. എങ്ങനെ മാർക്ക് ചെയ്യാം? 147. ഇവിടെ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 10 ആണ്, 1 അല്ല. അപ്പൊ 10, ഒരു 10ഉം കൂടി ആഡ് ചെയ്യാണ്. അപ്പൊ 4 10 ഉള്ളത് 5 10 ആയി മാറി അല്ലേ? അപ്പൊ പുതിയ നമ്പർ എത്രയാ? 157. നെക്സ്റ്റ് നമ്പർ ആണ് 367. 367. ഡിക്രീസ് ദ നമ്പർ ബൈ 2. ഇതുവരെ അഡീഷൻ ആണ് കണ്ടത്. ഇപ്പൊ 7ന് 2 നമ്പർ ഡിക്രീസ് ചെയ്യണം, ബാക്കോട്ട് പോകണം. എങ്ങോട്ട് പോയി? 7ൽ നിന്ന് 6 5. പുതിയ നമ്പർ ആണ് 365. അടുത്ത നമ്പർ 289. 289. ഹിയർ ഡിക്രീസ് ബൈ 10. ഇപ്പൊ 8 ടെൻസ് ഉണ്ട്, അതിനെ ഒരു 10 മൈനസ് ചെയ്യണം. അപ്പൊ 7 ടെൻസ് ആണ് ഉണ്ടാവുക. സോ our number is 279. Next number is 290. 290. ഇവിടെ ഇൻക്രീസ് നമ്പർ ബൈ 2 ടെൻസ് ആണ്. നേരത്തെ ഒരു 10 ആഡ് ചെയ്തപ്പോ ഇവിടെ 2 10 ആഡ് ചെയ്യണം. ഇവിടെ ഇപ്പൊ ഓൾറെഡി 9 ടെൻസ് ഉണ്ട്. ഇനി ഒരു 10 ആഡ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാ മാറുക? 290 പ്ലസ് 10 ഈക്വൽ ടു 300. ഇനി ഒരു 10ഉം കൂടി ആഡ് ചെയ്യണം അല്ലേ? അപ്പൊ 310. 310. Let's play. Let's play a guessing game. Teji has thought of a number between 200 and 210. Jojo has to guess it. അപ്പൊ ഇവിടെ തേജി ഒരു നമ്പർ മനസ്സിൽ ആലോചിച്ചിട്ടുണ്ട്, which is in between 200 and 210, and Jojo has to guess it. അപ്പൊ ജോജോ ആദ്യം തന്നെ പറഞ്ഞു 205. തേജി പറഞ്ഞു no, 205 is wrong. എന്നിട്ട് ഒരു ക്ലൂ കൊടുക്കുകയാണ്. 205ല് ഒരു ഫ്ലാഗ് വെക്കുക. ആ ഫ്ലാഗിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? റൈറ്റ് സൈഡിലേക്ക്. ദാറ്റ് മീൻസ് തേജി മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന നമ്പർ കൂടുതലാണ്. ആ ക്ലൂ മനസ്സിലാക്കിയ ശേഷം ജോജോ പറഞ്ഞു 208. കാരണം 208 ഈ സൈഡിലാണ് വരുന്നത് അല്ലേ? അപ്പോ തേജി പറയാ 208ഉം റോങ് ആണ്. ബട്ട് നെക്സ്റ്റ് ക്ലൂ കിട്ടിയിരിക്കുകയാണ്. 208ൽ വെച്ചിരിക്കുന്ന ഫ്ലാഗിന്റെ ഡയറക്ഷൻ ലെഫ്റ്റ് സൈഡിലേക്കാണ്. അതായത് ഇപ്പൊ നമുക്കറിയാം നമ്പർ ഇസ് ഇൻ ബിറ്റ്വീൻ 205 and 208. അപ്പോ ജോജോ അടുത്ത നമ്പർ പറഞ്ഞു 206. 206 is also wrong. പക്ഷേ അടുത്ത ക്ലൂ അവിടെ കിട്ടി. ഫ്ലാഗ് വെച്ചിരിക്കുന്നത് 206ന്റെ മുകളിലാണ്, അതിന്റെ ഡയറക്ഷൻ റൈറ്റിലേക്കാണ്. അപ്പോ നമ്മുടെ നമ്പർ 206ൽ കൂടുതലാണ്, 208ൽ കുറവാണ്. വി ഹാവ് ഓൺലി വൺ നമ്പർ 207. അപ്പൊ ആൻസർ എത്രയാണ്? 207. Now you try and play with your friends and guess the number. ഇപ്പൊ തേജിയും ജോജോയും കളിച്ച ഗെയിം റിയലി നല്ല അടിപൊളി ഒരു ഗെയിമാണ്. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഇതേ ഗെയിം കളിക്കുക. ഓക്കെ, ഓരോ പ്രാവശ്യം തെറ്റുമ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ക്ലൂ കൊടുക്കണം.
Magical count. Write down any number name. Count the number of letters in that number name and write the name of that new number down. Keep repeating. What happens? ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഒരു നമ്പർ എഴുതണം. ഇവിടെ 235 എന്നാണ് എഴുതിയിരിക്കുന്നത്. 235ന് വേർഡ്സിൽ എഴുതാം. 235. എന്നിട്ടോ ഇതിൽ ടോട്ടൽ എത്ര ലെറ്റേഴ്സ് വരുന്നെന്ന് കൗണ്ട് ചെയ്യണം. 1, 2, 3 അങ്ങനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 23 ലെറ്റേഴ്സ് എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? 23 ഒരു നമ്പർ ആണല്ലേ. 23ന് ലെറ്റർ ആക്കി മാറ്റി എഴുതണം. അത് വേർഡിൽ എഴുതുമ്പോൾ 23. ഈ 23ൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 11 ലെറ്റേഴ്സ് ഉണ്ട്. 11 ലെറ്റേഴ്സ്. അപ്പൊ 11നെ നമുക്ക് വേർഡിൽ എഴുതാം. 11. ഇനി കൗണ്ട് ചെയ്ത് നോക്കൂ. 1, 2, 3, 4, 5, 6. 11ല് 6 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ 6 എന്ന് വേർഡിൽ എഴുതണം. 6ല് 3 ലെറ്റേഴ്സ് ഉള്ളൂ അല്ലെ? ആ 3 ലെറ്റേഴ്സ്. അപ്പൊ 3 എന്ന് എഴുതണം. 3. ഇനി 3ല് കൗണ്ട് ചെയ്യാ. 3ല് നമുക്ക് 5 ലെറ്റേഴ്സ് ഉണ്ട്. സോ 5. 5ല് 4 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ 4 എന്ന് എഴുതാം. ഇനി 4ല് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 4 ലെറ്റേഴ്സ് അഗെയിൻ അല്ലെ? അപ്പൊ 4ല് 4 ലെറ്റർ. പിന്നെയും 4 എഴുതി. അപ്പൊ ഇനി പോയി കഴിഞ്ഞാൽ 4 തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇതുപോലെ ഇവിടെ താഴെ തന്നിരിക്കുന്ന ബോക്സിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. 187 കൗണ്ട് ചെയ്ത് നോക്കൂ. അപ്പൊ നമുക്ക് കിട്ടും 21 ലെറ്റേഴ്സ്. 21ന് 21 എന്ന് എഴുതാം. അതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 9 ലെറ്റേഴ്സ്. 9 എന്ന് എഴുതാം. 9ല് 4 ലെറ്റേഴ്സ് ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? അഗെയിൻ നമ്മൾ 4 എന്ന് എഴുതണം. അത് കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. സോ 4ൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇതുപോലെ അടുത്ത പ്രോബ്ലം. 204. 204. 17 letters. 17, 9 letters. 9, 4 letters. 4, 4 letters. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. 4ൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ ചെയ്തു നോക്കുമല്ലോ അല്ലേ? അതോ ചെയ്തു കഴിഞ്ഞോ? എല്ലാവർക്കും ഇത് തന്നെയാണോ കിട്ടിയിരിക്കുന്നതെന്ന് നോക്കാം. Numbers on a line. Tell Teji, Jojo and Bolu what will be the next 100 number. Write it on the number line below. Can you show the number using matchsticks? ഇവിടെ ഒരു നമ്പർ ലൈൻ തന്നിരിക്കുകയാണ്. ഒരു നമ്പർ കഴിഞ്ഞാൽ അടുത്ത നമ്പർ 100 ആണ്. Again it is 200. That means 100 more than 100. Again 100 more than 200. അപ്പോ ഇവിടെ ഏത് നമ്പറാ വരിക? ഈസി ആണല്ലേ? 400. ഇനി നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ട കാര്യം എന്താണ്? ഇതിനെ മാച്ച്സ്റ്റിക് ബണ്ടിൽ ഉപയോഗിച്ചിട്ട് എഴുതണം. 400 എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ്സിന്റെ വലിയ ബണ്ടിൽസ്. അതിനെ 4 എണ്ണം വീതം മാർക്ക് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ഡു. Teji and Jojo are trying to put their numbers on the following number line. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും പഠിച്ചു എങ്ങനെയാണ് ഒരു നമ്പർ ലൈനിൽ നമ്പർ ആഡ് ചെയ്യുന്നതെന്ന്. Now locate 216, 243, 257 on the number line below. 216 എന്ന് പറഞ്ഞാൽ 210ൽ കൂടുതലാണ്, 220നേക്കാളും കുറവാണ്. Somewhere here ആണ് 216 വരിക. 243യോ? 43 എന്ന് പറഞ്ഞാൽ 40യേക്കാളും കൂടുതലാണ്, 50യേക്കാളും കുറവാണ്. അപ്പൊ ഇവിടെയാണ് 243. 257. 57 means 50ൽ കൂടുതലാണ്, 60ൽ കുറവാണ്. So 257. Locate 329, 332, 337, 375 and 387 on the number line below. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇത് കറക്റ്റ് ആയിട്ടൊന്ന് ഫിൽ ചെയ്യണം. 320, 330. അടുത്ത നമ്പർ എന്താ? 340, 350, 360, 370,
380, 390. ഇനി ഇത് നിങ്ങളുടെ ജോബാണ്. 329 എവിടെയാ വരിക? 20യിൽ കൂടുതലാണ്, 30യിൽ കുറവാണ്. സംവെയർ ഹിയർ ആണ് 329 വരിക. ഓക്കെ, ഇനി 332, 30യേക്കാളും കൂടുതലാണ്, 40യേക്കാളും കുറവാണ്. 32 ഇവിടെയാണ് 32 വരിക. 37, 313യേക്കാളും കൂടുതലാണ്, 40യേക്കാളും കുറവാണ്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും 337 വരും. ബിക്കോസ് 332 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു, 37 അതിനേക്കാളും വലുതാണ്. അപ്പൊ ഇവിടെ 337. ഇനി 375, അത് 70യേക്കാളും കൂടുതലാണ്, 80യേക്കാളും കുറവാണ്. അപ്പൊ ഇവിടെയായിരിക്കും 375 വരും. 387ഓ 80യേക്കാളും കൂടുതലാണ്, 90യേക്കാളും കുറവാണ്. ഇവിടെ വരും. ഓക്കെ, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ അവിടെ മാർക്ക് ചെയ്യാം. Tell how far is 387 from 400? 387 ഇവിടെയാണ്, 400 ഇവിടെയാണ്. ഇതിനോട് എത്ര ആഡ് ചെയ്താലാണ് അത് 400ൽ എത്തുക? 387 കഴിഞ്ഞ ഒരു 111 ആഡ് ചെയ്താൽ അത് 390ൽ എത്തും. 111 എന്ന് പറഞ്ഞാൽ 3 ആണ്. പിന്നെ 90 to 400 10. അപ്പൊ 1 2 3 plus 10 which is 13. 387നോട് 13 ആഡ് ചെയ്താൽ 400 കിട്ടും. Next, which is more, 393 or 400? 393 or 400? Use a number line and show. Fill the number on the number line below and show by jumping how far 393 from 400. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ നമ്പേഴ്സ് ഒക്കെ ഫില്ല് ചെയ്യാം. 391, 92, 93, 94, 95, 96, 97, 98, 99 and 400. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? 393ക്ക് ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ട് 1, ഇനിയൊരു ഗ്യാപ്പ് ഉണ്ട് 2, ഇനിയൊരു ഗ്യാപ്പ് ഉണ്ട് 3, ഇനിയൊരു ഗ്യാപ്പ് 4, ഇനിയൊരു ഗ്യാപ്പ് 5, 6, 7. 393ൽ നിന്ന് 400 എത്തണമെങ്കിൽ എത്ര ആഡ് ചെയ്യണം? 7 ആഡ് ചെയ്യണം. 393 plus 7 equal to 400. After Teji and Jojo are hungry after all the running around. They go to Farooq Chacha's sweet shop. അവരങ്ങനെ ക്ഷീണിച്ച് ഫറൂഖ് ചാച്ചയുടെ സ്വീറ്റ് ഷോപ്പിലെത്തി. സ്വീറ്റ് ഷോപ്പിൽ എന്തൊക്കെ സ്വീറ്റ്സ് ആണുള്ളത്? പലതരം സ്വീറ്റ്സ് ഉണ്ടല്ലേ. ഇതിന് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. How many pieces of Mysore pak are in one tray? ഒരു ട്രേയിൽ എത്ര മൈസൂർ പാക്ക് ഉണ്ട്? നമുക്ക് നോക്കാം. ഇവിടെ ഓരോ ബോക്സിലും 100 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫുൾ ബോക്സ് നിറയെ മൈസൂർ പാക്ക് ഉണ്ടെങ്കിൽ അതിൽ 100 മൈസൂർ പാക്ക് ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ട്രേയില് എത്ര മൈസൂർ പാക്ക് ഉണ്ട്? ആൻസർ ഇസ് 100. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി പീസസ് ഓഫ് മൈസൂർ പാക്ക് ആർ there in ടോട്ടൽ? ഇവിടെ 100, 200, 300, 400 ഫുൾ ആയിട്ടുള്ള ബോക്സ് ഉണ്ട്. മുകളിലത്തെ ബോക്സിൽ മാത്രം കുറച്ചെണ്ണം കുറവാണ്. അവിടെ എത്രയുണ്ട്? ഇത് 1 2 3 4 5 6 7 8 9 10. ഇവിടെ 10 ഉണ്ട്. അപ്പൊ 10 20 30 40. ഇനി ഇവിടെ ഫുൾ ഇല്ല അല്ലെ? അപ്പൊ ഇവിടെയോ 1 2 3 4 5. അപ്പൊ 400 plus 40 plus 5 എത്രയാണ്? 445. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഹൗ മെനി ലഡ്ഡൂസ് ഡസ് ചാച്ച ഹാവ് ഇൻ ദ ട്രേസ്? ഇവിടെ ലാസ്റ്റ് ട്രേയില് ലഡ്ഡൂസ് ഉണ്ട്. അത് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കിയാലോ. സിമിലർലി താഴെയൊക്കെ ഓരോ ബോക്സിലും 100 ആണ്.
അത് ഫുൾ ആയിട്ടുള്ള ബോക്സ് അവിടെ ഉണ്ട്, മുകളിലത്തെ ബോക്സിൽ മാത്രം കുറച്ചെണ്ണം കുറവാണ്. അപ്പോ ഇവിടെ ടോട്ടൽ എത്ര ഉണ്ട് നോക്കാം. 100, 200, 300, 400. ഇവിടെയോ ഒരു റോയില് 10 ആണ്. 10, 20, 30, 40, 50, 60. Then here 1, 2, 3, 4, 5, 6, 7, 8, 9. ഒന്ന് മിസ്സിംഗ് ആണ്. അപ്പൊ 60 plus 9 is 69. അതിന്റെ കൂടെ 400. So 469. Similarly, how many Doklas does Chacha have? ഇവിടെ ഒരു ബോക്സിൽ Doklas ഉണ്ട്. അത് എത്രയുണ്ട്? 1, 2, 3, 4. 400s ഇവിടെയും ഉണ്ട്. ഇവിടെ 10, 20, 30, 40, 50, 60 and 70. So 470 Doklas ഉണ്ട്. Next question. Chacha is going to fill the tray with more laddus. ലഡുവിന്റെ ട്രേയിൽ കുറച്ചുകൂടി ലഡു ആഡ് ചെയ്യാൻ പോവാണ്. ഹൗ മെനി മോർ ലഡൂസ് വിൽ മേക്ക് ദ ട്രേ ഫുൾ? ഈ ഒരു ട്രേ ഫുൾ ആവണമെങ്കിൽ ഇതില് എത്ര ലഡൂസ് ആഡ് ചെയ്യണം? നമുക്ക് നോക്കാം അല്ലേ. ഇവിടെ ഒരു ലഡു വേണം. ഇവിടെ ഒരു ലഡുവും കൂടി ആയി കഴിഞ്ഞാൽ ഇത് എത്രയായി മാറും? 10, 20, 30, 40, 50, 60 and 70 ആയി മാറും അല്ലേ. ഒരു ലഡുവും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 70 ആയി മാറും. അതിനുശേഷം ഫുൾ റോ 10, 80, ഫുൾ 10, 90, ഫുൾ 10, 100. അപ്പൊ എത്രയാണ്? 3 ഫുൾ റോയും ഒരു സിംഗിൾ ലഡുവാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എത്ര ആഡ് ചെയ്യണം? 31 ലഡു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രേ ഫുള്ളായി മാറുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ടോട്ടൽ ലഡൂസ് വിൽ ഹി ഹാവ് ആഫ്റ്റർ ദ ലാസ്റ്റ് ട്രേ ഇസ് ഫുൾ? അപ്പൊ ചാച്ച ഈ ഒരു ലാസ്റ്റ് ബോക്സ് ഫിൽ ചെയ്തു അല്ലേ. അപ്പൊ അതും കൂടി ആയി കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ലഡു ഉണ്ടാകും? 100, 200, 300, 400 and now full one tray ഉണ്ട് അല്ലേ. അതും 100 ആണ്. അപ്പൊ 400 plus 100 equal to 500 laddus. Mark the following numbers on the number line below. ഇവിടെ കുറെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ നമ്പേഴ്സ് ഇവിടെ നമ്പർ ലൈനിൽ ഫില്ല് ചെയ്ത് നോക്കിയാലോ. 423 അത് 23 എക്സാക്ട്ലി ഇവിടെ ഉണ്ടല്ലേ. അതാണ് 23. ഇനി 87, 487 എന്ന് പറഞ്ഞാൽ 83യിലും കൂടുതലാണ്, 93നേക്കാളും കുറവാണ്. 438, 476. ഇനി മാർക്ക് 500 on this number line. ഫസ്റ്റ് നമ്പർ 13 ആണ്. അതിനോട് 10 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 23. Then 10, 33, 43, 53, 63, 73, 483, 493. അപ്പൊ നെക്സ്റ്റ് നമ്പർ എത്രയാ? അത് 503 ആണ് വരുന്നത്. നമ്മൾ 10 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈ 500 എവിടെയാ വരുന്നത്? 500 മീൻസ് 503നേക്കാളും ചെറുതാണ്, എന്നാൽ 493യിലേക്കാളും വലുതുമാണ്. അപ്പൊ 500 ഇവിടെയായിരിക്കും വരിക. മാർക്ക് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പൊ ഇതൊരു ലോങ് ചാപ്റ്റർ ആയതുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിന്റെ ബാക്കി പാർട്ട് 2 വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെയുള്ളതൊക്കെ നന്നായി ചെയ്ത് നോക്കി പഠിച്ചതിന് ശേഷം മാത്രം നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ അടുത്ത വീഡിയോ ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.